അപ്പം നമസ്കാരം, ഓൾബ്രൈറ്റ് ആണ്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ള അതിഥി എന്ന് പറയുന്നത് നമ്മളെ അലൻ ജോസ് പെരേരയാണ്. സോഷ്യൽ മീഡിയ താരം, ഇപ്പോഴത്തെ സീരിയൽ താരം. നമസ്കാരം അലൻ ജോസ് പെരേര. അപ്പൊ എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷങ്ങൾ ഇപ്പോൾ വെച്ചാൽ ഞാൻ മീനൂസ് കിച്ചൺ ഇപ്പോൾ റണ്ണിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മലയാളമാക്സിൽ എൻ്റെ സംരക്ഷണമുണ്ട്. അത് ഒരു നല്ല 4 എപ്പിസോഡ് ചെയ്തു. അപ്പൊ നല്ലതായിട്ട് പോകും, നല്ല കമന്റ്സ് വരുന്നു, നെഗറ്റീവ് കമന്റ്സ് ഒക്കെ മാറി നല്ല നല്ല പുതിയൊരു വേൾഡിലേക്ക് എത്തുന്നു. സീരിയൽ രംഗത്തിലേക്ക് മാറുവാണോ താങ്കൾ? സീരിയലിലേക്ക് ഒരു ചൂടുവെപ്പ്. ഇനി എത്ര സീരിയൽ രംഗത്തേടി വരുമെന്ന് തന്നെ അറിയില്ല. നമ്മളത് ചെയ്യുന്ന വർക്കുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ റാപ്പ് സോങ് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ജൂൺ ജൂലൈ മാസം റിലീസാവും സോണി മ്യൂസിക് വഴി. അപ്പം നല്ല നല്ല മാറ്റങ്ങളുണ്ട്, നല്ല നല്ല ഹെവി വർക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നിഷ ഇടുക്കിയുടെ വർക്കുകൾ തുടങ്ങി വെച്ചെങ്കിലും അത് കുറ്റം പറയുന്നതല്ല, അത് നമ്മൾ ചെറിയ ചാനലായിരുന്നു. ഇപ്പോൾ വന്നോളന്ന് സോണി മ്യൂസിക് വരെ എത്തി നിൽക്കാൻ പോകുന്നു. അപ്പോൾ ഒരുപാട് അത് നമുക്കൊരു മോട്ടിവേറ്റ് കിട്ടുന്ന ഒരു സംഭവം. ആരെങ്കിലും വിളിച്ചായിരുന്നു സീരിയൽ കണ്ടിട്ട്? സീരിയൽ കണ്ടിട്ട് തന്നെ നമ്മുടെ ചോലവിസ്കിയ ഡയറക്ടർ വിളിച്ചായിരുന്നു. പുള്ളിയുടെ പേര് റിയാസ് മുഹമ്മദ് വിളിച്ചായിരുന്നു. അപ്പം പ്രേക്ഷകര് നല്ല രീതി അഭിപ്രായം പറഞ്ഞു അല്ലേ? നല്ല രീതി അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഇനി പറഞ്ഞു മറ്റേ നമ്മളെ അത് കണ്ട ശേഷം കുറച്ച് ബന്ധുജനമായിട്ടിന്റെ കുറച്ച് സപ്പോർട്ടുകൾ കുറഞ്ഞു. കാരണം 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമാണ്. 30 വയസ്സിനും 30 വയസ്സിന് താഴെയുള്ള ഇപ്പോൾ പുതുതായിട്ട് കല്യാണം കഴിക്കുന്ന ബന്ധുക്കൾക്ക് ചിലപ്പോൾ നമ്മളെ അത് നമ്മുടെ പ്രോഗ്രാംസ് പണ്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളൊരു വൈബ് ഉണ്ടല്ലോ അവർക്ക്, മനസ്സിലായി. 30 വയസ്സായിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് കഴിയുമ്പോൾ ഒരു ഇതുണ്ടാവും, ഡിപ്രഷൻ. അത് നാളെ കണ്ടതാണ് തങ്കിൽ. അപ്പൊ അതൊക്കെ വിഷമമുണ്ട്, ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ശേഷം ഈ സീരിയൽ ഇറങ്ങിയതിനു ശേഷം വേറെ സീരിയലുകളിൽ അവസരം ഒരുപാട് സീരിയലിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട്. ഞാനൊന്നും ഡേറ്റ് കൊടുത്തിട്ടില്ല, എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല. ഉടൻ തന്നെ 2-3 സീരിയലിൽ എഗ്രിമെന്റ് സൈൻ ചെയ്യണം. പല ആക്ടേഴ്സ് തന്നെ വിളിച്ചിട്ടുണ്ട്, സീരിയൽ ആക്ടേഴ്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ വർക്കുകൾ ഒരുപാട് വരും. എന്തായാലും ഇപ്പൊ നിലവിൽ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷാഹിൻ പുത്രൻതാരന്റെ വർക്കാണ് ചെയ്യുന്നത്. അതിൽ രണ്ട് സുചിച്ചാണ് ക്യാരക്ടർ ചെയ്യുന്നത്. നായികയാണെന്ന് അറിയില്ല. നമ്മള് അത് 22-ാം തീയതി ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് പോകുന്നു. താങ്കളെ തുടക്കകാലം വനിതാ തിയേറ്ററിൽ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കകാലം. അതിനുശേഷം ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നത് അലൻ ജോസ് പെരേരയുടെ വിഷയമാണ്. കാരണം എങ്ങനെ എത്തി നിൽക്കുന്നു, അതായത് ആറാട്ടെണ്ണം പോലും പറഞ്ഞിട്ടുണ്ട്, പ്ലാൻ ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം മാസത്തിൽ ഒരു 3.5-4 ലക്ഷം രൂപയോളം വരുമാനമുള്ള ഒരു വ്യക്തിയാണ്. പരിപാടികളുണ്ട്. 3.5-4 ലക്ഷം അല്ലേ? 3.5-4 ലക്ഷം രൂപയോളം ഏകദേശം 2 മാസം കൊണ്ട് താങ്കളെ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് 14,000 ആൾക്കാരാണ്. അപ്പം താങ്കളെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളായിട്ട് തന്നെ വളരുക. പിന്നെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോ നമ്മള് ചെയ്യുന്ന എല്ലാ പരിപാടികളും 1 മില്യൺ 3 മില്യൺ ഒന്നും അടിക്കാറില്ല. എന്നാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒട്ടുമിക്ക വർക്കുകളും ആൾക്കാർ 1 മില്യൺ 3 മില്യൺ ആൾക്കാർ കാണുന്നുണ്ട്, സന്തോഷമുണ്ട്. കോടാനുകൂടി ആൾക്കാർ നമ്മളെ കുറച്ചുപേരെങ്കിലും സ്നേഹിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരു കണ്ണിലല്ല കാണുന്നത്. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് സിസ്റ്റർ ഉണ്ട്, ആൻമരി എന്ന് പറഞ്ഞു. അപ്പൊ അവര് നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ എല്ലാവരും നമുക്ക് സിസ്റ്റേഴ്സ് ആയിട്ട് കാണുന്നുണ്ട് പകുതി പേര്. പക്ഷെ ചിലര് നമ്മളെ കളിയാക്കുന്ന ആൾക്കാരും ഉണ്ടെങ്കിലും ഈ ഫീൽഡിൽ ചോദ്യം എന്താണ്? സൗഭാഗ്യം എന്ന് തന്നെ പറയാം. കാരണം നമ്മള് പൈസ കൊടുത്ത് സിനിമയിൽ അഭിനയിക്കുന്ന ഒരുപാട് താരങ്ങൾ പലരും പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണൽ അറിയില്ല, എങ്കിലും പലരും പേര് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫെയിം വെച്ച് നമ്മൾ പബ്ലിക്കലി സിനിമകളിലേക്കും സീരിയലിലേക്കും നമുക്കൊരു അവസരം കിട്ടിയതിന് ജഗദീശ്വരോട് നന്ദി പറയുന്നു. എന്ത് 2 വാക്ക് ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. ശരി. അപ്പൊ ഞാൻ ചോദിക്കാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം. അതായത് എന്താ പറയാ, അലൻ ജോസ് പെരേര ഇത്രയും വൈറലായിരുന്നു. അപ്പൊ നിങ്ങളെ പ്രൈവസി നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് പല സ്ഥലത്ത് പോകുമ്പോൾ ഒരുപാട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാരണം പ്രൈവസിയെ പറ്റി പറയാം. ഇപ്പോ പ്രൈവസിയെ പറ്റി ഒരു കാര്യം വെച്ചാൽ പ്രൈവറ്റ് ബസ്സിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്. പിന്നെ KSRTC ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിന് യാത്ര ചെയ്യാം. നമുക്ക് കൂടെ 2-3 പേര് ഉണ്ടാവണം, എങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷനോടെ യാത്ര ചെയ്യാം. എപ്പോഴെങ്കിലും താങ്കളെ കമന്റിൽ എപ്പോഴും തെറി കമന്റ്സ് ആണ്. അപ്പൊ നല്ലത് ചെയ്താൽ നല്ലത് ആൾക്കാർ പറയും. താങ്കൾ മാറാൻ ശ്രമിക്കുന്നവരും താങ്കൾക്ക് നെഗറ്റീവ് ഇമേജ് മാറിക്കൊണ്ടിരിക്കും. പക്ഷെങ്കിൽ താങ്കൾ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഇത്രയും തെറിവിളിയൊക്കെ കേട്ടോ എപ്പോഴെങ്കിലും വിഷമിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ടോ?
കരയുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ലേഡീസിനെ വെച്ച് ആൾക്കാര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ചില സമയത്ത് അടുത്തേക്ക് ഉണ്ടാകാൻ വരുമ്പോൾ അത് വീഡിയോ എടുക്കുക, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ രൂപീകരിക്കുന്നുണ്ട്. അത് നമുക്ക് വിഷമം വരുന്നുണ്ട്. പിന്നെ ചില ലേഡീസ് മാന്യമായിട്ട് സംസാരിക്കാൻ കോൾ ചെയ്യുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു, അതൊക്കെ നല്ല രീതിയിൽ പോകുന്നു. പക്ഷെ അത് ഇങ്ങനത്തെ ചില ലേഡീസ് ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും വൈറലായി കഴിഞ്ഞ് തുടക്കം ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ? അതായത് ഞാൻ കാരണം വീട്ടുകാർക്കോ അല്ലെങ്കിൽ കുടുംബക്കാർക്കോ ഒരു നാണക്കേടാണോ, ഞാനൊരു ഭാരം? എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു നാണക്കേടും ഇതുവരെ ഇല്ല. പക്ഷെ എന്റെ കസിൻ സിസ്റ്റേഴ്സിനും ചില ബന്ധുക്കൾക്കും ഇതിൽ വലിയ രീതിയിൽ എന്തോ വലിയൊരു തീവ്രവാദ ബന്ധം പോലെയാണ് ഞാൻ ചെയ്ത കുറ്റം പോലെയാണ്, കൊലപാതകം ചെയ്ത പോലെയാണ് ആളുകൾ കാണുന്നത്. പക്ഷെ ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, എൻ്റെ കുറച്ച് ആന്റിമാർ എന്നെ മെസ്സേജ് ചെയ്യാറുണ്ട്, കാണുമ്പോൾ നല്ലോണം സംസാരിക്കാറുണ്ട്. പക്ഷെ ചെറുപ്പം പിള്ളേര് കസിൻസിനെ കുറച്ച് പേർക്ക് നമ്മളോട് എന്തോ ദേഷ്യമുണ്ട്. പക്ഷെ ചിലർക്ക് കുഴപ്പമില്ല, മനസ്സിലാക്കുന്ന ആൾക്കാർ മനസ്സിലാവും. എൻ്റെ റിയൽ ലൈഫിലേക്ക് നമ്മൾ ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറാറില്ല. പക്ഷെ ഇപ്പം എൻ്റെ നാടായ ഇടക്കൂച്ചിയിൽ ഒരുപാട് പേര് ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ച് പോയി. പക്ഷെ എൻ്റെ കസിൻ സിസ്റ്റേഴ്സിൻ്റെ നാടായിട്ടുള്ള തങ്കിപ്പള്ളിയിൽ ഒരുപാട് ആൾക്കാർ 20-നും 30-നും 35-നും അടുപ്പിച്ചുള്ള ആൾക്കാർ കെട്ടാറുണ്ട്. ചിലപ്പോ പ്രായപൂർത്തിയായിട്ടും കല്യാണം കഴിക്കാത്തത് ഓരോരോ കാര്യങ്ങളുണ്ടായിരിക്കും. അല്ലാണ്ട് ഒരിക്കലും സാമ്പത്തികമായിട്ടോ ഒന്നും പിന്നോക്കം ഇല്ല തങ്കിയിലെ ആൾക്കാർ. പക്ഷെ നമ്മളോട് അതും പറഞ്ഞ് എന്തിനാണ് ദേഷ്യം? ഞാനൊരു ബാച്ചിലറാണ്, അവരും ബാച്ചിലറാണ്. പക്ഷെ ഞാൻ പേഴ്സണലി എല്ലാവരെയും ഒരു അനിയത്തിമാരെ പോലെ കണ്ടുള്ളൂ പലരും. പക്ഷെ എൻ്റെ ഒരു ഫെയിം വെച്ച് ഇപ്പൊ ഞാൻ തിയേറ്ററിൽ പോകുമ്പോഴാണെങ്കിലും സിനിമ പ്രോഗ്രാമിന് പോകുമ്പോഴാണെങ്കിലും പലരായിട്ട് സെൽഫി എടുക്കും. അപ്പൊ അതൊക്കെ വെച്ച് എന്നെ നോക്കി കാണേണ്ട ആവശ്യമില്ല. അത് വേറെ ഒരു മേഖല. സാധാരണമായിട്ട് നടക്കുമ്പോൾ ഞാൻ ലിയോ എന്നാണ് പലരും വിളിക്കുന്നത് എന്നെ. ഇപ്പൊ തങ്കിയിലാണെങ്കിലും ഇടയ്ക്കാണെങ്കിലും ലിയോ മോൻ എന്നാണ് പലരും വിളിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ കാണുന്ന ആൾക്കാർ ആ രീതിയിൽ കാണുക. ഒരു ചോദ്യം കൂടെ ചോദിച്ചു, ലാസ്റ്റത്തെ ചോദ്യം. അതായത് ആറാട്ടണ്ണൻ, അലൻ ജോസ് പെരേര, നിങ്ങൾ രണ്ടുപേരും അത്യാവശ്യം എവിടെ നോക്കിയാലും വൈറലായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. കാരണം പല പല നടന്മാരുടെ പൂജയ്ക്ക് പോയാലും അവിടുത്തെ എന്താ പറയുക, ഓരോ സക്സസ് പാർട്ടിക്ക് പോയാലും അവരുടെ വീഡിയോകളെക്കാട്ടി കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ചും ഷെയറും കമന്റും വരുന്നത് അലൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ്റെ ഒക്കെ എന്താ പറയുക വീഡിയോസിനാണ്. അപ്പം എന്തുകൊണ്ട് ഇത്രയും റീച്ച് ഉണ്ടായിട്ട് താങ്കളെ വെച്ചിട്ട് ഒരു നായകനാക്കി ഒരാൾ പടം എടുക്കാൻ തയ്യാറാകുന്നില്ല? അതെന്താണ്? അത് മലയാള സിനിമയ്ക്ക് എന്നോട് വലിയ രീതിയിൽ അടുപ്പം കൂടാൻ സാധിക്കത്തില്ല എന്ന് പലരും തോന്നിയിട്ടുണ്ടായിരിക്കാം. കാരണം നമ്മളെ വെച്ച് പടം ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള നടന്മാരുടെ മാർക്കറ്റ് വാല്യൂ ചിലപ്പോൾ ഇടിഞ്ഞേക്കാം. മനസ്സിലായി, വ്യൂസ് ഉള്ളതുകൊണ്ട് ഒരു നായക പദവി നമുക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ അത് തുടരുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ നീ ബ്രൈറ്റ് പറഞ്ഞ ഒരു ചോദ്യത്തിന് നമ്മൾ ചോദിക്കാം. കാരണം നീ ചോദിച്ചല്ലോ എന്തുകൊണ്ട് നായക പദവി കൊടുക്കുന്നില്ല. പക്ഷെ നമ്മൾ പണ്ട് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വ്യക്തിയുണ്ട് സന്തോഷ് പണ്ഡിറ്റ്. പുള്ളി ഒറ്റയ്ക്ക് സിനിമ ചെയ്ത് വന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്. സിനിമ എന്നത് ഏതൊരു വ്യക്തിക്കും ക്യാഷ് ഉണ്ടെങ്കിൽ, ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ 5 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ സിനിമ എടുക്കാന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സിനിമ എടുക്കാം. അത് തിയേറ്ററിൽ തന്നെ ഇറക്കണമെന്നില്ല, യൂട്യൂബിൽ ഇറക്കിയാണെങ്കിൽ ആൾക്കാരിലേക്ക് എത്താം. മനസ്സിലായോ? ഒരു 2 മണിക്കൂറിന്റെ സിനിമ ചെയ്യാൻ ആൾക്കും ഇപ്പോൾ എളുപ്പമാണ്. കാരണം കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ക്യാമറ എല്ലാം സജീവമാണ്. ചെറിയ മിതമായിട്ട് റേറ്റിൽ റെമ്യൂറേഷൻ നമുക്ക് കുറച്ച് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് 2, 3, 5 ലക്ഷം രൂപക്ക് പടം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പടങ്ങൾ 2-3 പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ വിനീതേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഷൈൻ പുത്രത്താനി, അങ്ങനെ ഒരുപാട് ആൾക്കാർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോൾ ആൾക്കാർ കൂടുതലും ഇംപ്രസ് ചെയ്താകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഒരുപാട് സന്തോഷം. എന്തായാലും താങ്കൾ ആഗ്രഹങ്ങളൊക്കെ കുറച്ചൊക്കെ സാധിച്ചു. ഇനിയും നമ്മൾ 2-3 വർക്കുകൾ വരാനുണ്ട്. ഇപ്പോ നിലവിൽ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ആയിട്ടുണ്ട്, ലോട്ടോ ടിക്കറ്റ്. പിന്നെ കൂടൽ എന്ന് പറഞ്ഞ സിനിമ, ഗുലാം തട്ടുകട, ചോല വിസ്കി, അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നമ്മളെ കുറ്റം പറയുന്നവര് അത് ആ വഴിക്ക് പോകട്ടെ. നമ്മളെ മനസ്സിലാക്കുന്നവര്, ബുദ്ധിയുള്ള ആൾക്കാർക്ക് എന്നെ ആറാട്ടണ്ണനെ മനസ്സിലാക്കുന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ ബിഗ് ബോസിൽ വന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൻ ജോസ് പെരേര ഇത്ര നേരം നമുക്ക് വേണ്ടി സംസാരിച്ചു. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇനിയുള്ള എന്താ പറയാ, നല്ലത് ചെയ്താൽ നല്ലത് തന്നെ നിങ്ങൾക്ക് എന്താ പറയാ നല്ല അഭിപ്രായങ്ങൾ കിട്ടും. ഇപ്പം കുറച്ച് അലൻ ജോസ് പെരേര മാറി വരുന്നുണ്ട്. അപ്പൊ ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. താങ്കളുടെ ലക്ഷ്യം പോലെ അത്യാവശ്യം എന്താ പറയാ അറിയപ്പെടുന്ന അന്യ ഭാഷകളിൽ താങ്കൾക്ക് സിനിമ സാധിക്കട്ടെ. ഇതേപോലത്തെ ഒരു